രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചും പരാതിക്കാരെ ആക്ഷേപിച്ചുള്ള പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ. പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചെന്നും ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നുമാണ് പ്രതികരണം. പരാതിക്കാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും അർത്ഥവസ്ത്രങ്ങൾ ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നുമായിരുന്നു നേരത്തെ നടത്തിയ വിവാദ പ്രതികരണം. നേരത്തെ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞതും വിവാദമായപ്പോൾ മലക്കം മറിഞ്ഞതുമായ പ്രതികരണങ്ങളിലേക്ക്. അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി ഞാനത് പിൻവലിച്ചിരിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടിയില്ല. ഒരിക്കലും സ്ത്രീയോട് അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തെറ്റായി വാർത്ത കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ എന്നാണ് ചോദിച്ചത്. മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറ. അപ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട്, വ്യത്യസ്ത പാർട്ടിക്കാരുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അതിൽ നിഗൂഢത ഉണ്ടാകാം, അത് ഗൂഢാലോചന ഉണ്ടാകാം, അത് അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒരു MLA-ക്കെതിരെ ആരോപണം വരുമ്പോൾ നിയമപരമായ വ്യവസ്ഥ കൊടുക്കാതെ നീതിന്യായ പീഠത്തിന് മുമ്പിൽ പോകാതെ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ? അതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അല്ല, ശ്രീകുമാൻ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ എന്ന സംശയം അദ്ദേഹം പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ അർത്ഥവസ്ത്രം ധരിച്ച് മറ്റു നേതാക്കളുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് പക്കാ സ്ത്രീവിരുദ്ധമാണ്. എന്തായാലും ആ സ്ത്രീവിരുദ്ധത വി കെ ശ്രീകണ്ഠൻ എം പി തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായി കൂടിയാവില്ല തിരുത്ത്. ശ്രീ അതുമാത്രമല്ല ഹാഷ്മി, രാവിലെ നമ്മൾ ചില കോൺഗ്രസ് നേതാക്കളുമായി ഈ പ്രതികരണത്തിന് ശേഷം സംസാരിച്ചിരുന്നു. അപ്പോൾ ആ പ്രതികരണത്തിന് ശേഷം സംസാരിക്കുന്ന സമയത്ത് ആ നടിയുടെ അല്ലെങ്കിൽ ആ പരാതിക്കാരിയുടെ കാര്യമാണ് പറഞ്ഞത്. തന്നെ വീണ്ടും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ തെളിവുകൾ പുറത്തുവിടും, കാരണം സൈബർ ഇടങ്ങളിൽ വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് പറഞ്ഞത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒപ്പം നിൽക്കുന്ന ഒരാളൊന്നുമല്ല വി കെ ശ്രീകണ്ഠൻ, അതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ മനഃപൂർവ്വം ആ പരാതിക്കാരിയെ പ്രകോപിപ്പിച്ച് സൈബറിടങ്ങളിലേക്ക് കൂടുതൽ വലിച്ചിഴച്ച് വീണ്ടും കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവിടാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ചോദിച്ചത്. അവരെ കുറ്റം പറയാൻ കഴിയുകയുമില്ല. എന്തായാലും വി കെ ശ്രീകണ്ഠന് അതിനൊരു അബദ്ധം മനസ്സിലായി. ഷാനിമോൾ ഉസ്മാൻ്റേതും പത്മജ വേണുഗോപാലിൻ്റെതും അടക്കമുള്ള പ്രതികരണങ്ങൾ പിന്നീട് വരുന്നൊരു സാഹചര്യമുണ്ടായി. ആ അബദ്ധം മനസ്സിലായപ്പോൾ തന്നെയാണ് പൊടുന്നനെ അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടുള്ളത്. താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അർദ്ധവസ്ത്രം എന്ന പദം താൻ പിൻവലിക്കുകയാണ്. താൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ ഗൂഢാലോചനയുണ്ടോ, മറ്റു മന്ത്രിമാരുടെ ഒപ്പമുള്ള ചിത്രമുണ്ട്, അല്ലെങ്കിൽ അത് പുറത്തു വന്നിട്ടുണ്ട്, അതിലെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ, തെരഞ്ഞെടുപ്പ് അടുത്ത് വരാനിരിക്കുകയല്ലേ എന്നാണ് പറഞ്ഞത്. താൻ ഒരിക്കലും രാഹുലിനെ വെള്ള പൂശിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർക്കിടയിൽ നല്ല സംശയമുണ്ട്. ഇത് രാവിലെ ഇങ്ങനെ പറഞ്ഞ് സൈബർ ഇടത്തിൽ ഇത്തരത്തിലൊരു വിവാദമുണ്ടാക്കി കൂടുതൽ പേരുകൾ പുറത്തുറയിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടിയിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണോ എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. എന്തായാലും വി കെ ശ്രീകണ്ഠൻ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ പറഞ്ഞതിൻ്റെ അബദ്ധം മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പാലക്കാട്ടെ അന്തരീക്ഷം? ശ്രീത്ത്, ഇന്നലെ നഗരസഭയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിന് കത്ത് നൽകുന്നു. അതിനെപ്പറ്റി വി കെ ശ്രീകണ്ഠൻ രാവിലെ സംസാരിക്കുന്നതൊക്കെ കേട്ടിരുന്നു, ഈ പറയുന്ന സ്വാഭാവിക പ്രശ്നങ്ങൾ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും അത്തരം പരിപാടികൾ ഉണ്ടാവും. അതിൽ സ്ഥലം MLA-യുടെ സാന്നിധ്യം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ എന്ത് നിലപാടാകും നഗരസഭയും അവിടുത്തെ പാർട്ടി നേതൃത്വമൊക്കെ സ്വീകരിക്കുക? പാലക്കാട് കേന്ദ്രീകരിച്ച് ഈ പറയുന്ന രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഇന്നെന്തെങ്കിലും ഉണ്ടോ ശ്രീത്ത്? തീർച്ചയായും ഇന്ന് രാവിലെ CPI-ന്റെ ഏരിയ കമ്മിറ്റി നടത്തുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. CPI-ന്റെ ഏരിയ കമ്മിറ്റി ആ ബോംബ് കേസ്, വടക്കന്തറയിലെ ബോംബ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടത്തുന്നത്, മാർച്ച് കളക്ടറേറ്റിലേക്ക് നടത്തുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സമരം തീരുന്നില്ല. വൈകിട്ട് 4 മണിക്ക് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് പങ്കെടുത്തുകൊണ്ട് SFI പ്രവർത്തകർ എന്തായാലും വലിയൊരു മാർച്ച് MLA ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത ഒക്കെ നിലവിലുണ്ട്. BJP-യും ഇന്ന് അവരുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി രാഹുലിനെതിരായ ക്യാമ്പയിൻ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാവിലെ നടത്തിയിരുന്നു. എന്തായാലും
ഒരു കാരണവശാലും രാഹുലിനെ കാലുകുത്തിക്കില്ല പാലക്കാട് എന്ന നിലപാടിൽ BJP-യുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റും ഇവിടുത്തെ യുവ നേതാവും ഒക്കെയായ പ്രശാന്ത് ശിവൻ ഉറച്ചു നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ രാഹുൽ പാലക്കാട്ടേക്ക് വന്നാൽ പ്രതിഷേധം ഉറപ്പാണ്. MLA ബോർഡ് വെച്ച ആ കാറിൽ രാഹുൽ പാലക്കാട് വന്നിറങ്ങുന്നത് കാണട്ടെ എന്നൊക്കെയാണ് CPIM-ഉം അതുപോലെ തന്നെ DYFI നേതാക്കളും BJP നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ എവിടെ എന്ന ചോദ്യം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നാട്ടുകാരൊക്കെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ചില ആളുകളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ എന്തായാലും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല. അതിൽ ഒരു കൃത്യമായ ബോധ്യമുണ്ട്. കാരണം വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ്, വീണ്ടും പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും പാലക്കാട് രാഹുൽ ഇല്ല. പാലക്കാട്ടേക്ക് രാഹുൽ വന്നാൽ വലിയ പ്രതിഷേധം ഉണ്ടാകും. ഇന്ന് SFIയുടെ പ്രതിഷേധം വൈകിട്ട് 4 മണിക്ക് MLA ഓഫീസിലേക്ക് നടക്കുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.